എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അറോമാറ്റിക് കോമ്പൗണ്ട്. ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ നിന്ന് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത് വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു? നമുക്കറിയാം ഇറ്റ് ഇസ് അറോമാറ്റിക് ആണ് അല്ലേ? അറോമാറ്റിക് സംയുക്തമാണ്. അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ സംയുക്തത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സംയുക്തത്തിന്റെ പേരാണ് ബെൻസീൻ. ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാനും പേരെഴുതാനും ആൻഡ് ഓൾസോ മോളിക്കുലർ ഫോർമുല എഴുതാനും പഠിക്കണം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മോളിക്കുലർ ഫോർമുല എഴുതാനാണ്. ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾ പഠിക്കേണ്ട 2 എക്സാമ്പിൾസും കൂടി ഉണ്ട്, ഫിനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ്. ഫിനോളിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബെൻസീൻ സ്ട്രക്ചറിന്റെ മുകളിൽ നമുക്ക് ഒരു OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നു അല്ലേ? ഫിനോളിന്റെ ഈ തന്നിരിക്കുന്ന ഫോർമുലയും പഠിച്ചു വെക്കുക, C6H5OH ആണ്. അതേപോലെ ബെൻസോയിക് ആസിഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബെൻസീൻ സ്ട്രക്ചറിന്റെ ഇവിടെയുള്ള ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് COOH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് വരുന്നത്. അതിന്റെ ഫോർമുല വരുന്നത് C6H5COOH ആണ്. ഈ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം.